ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തായാലും ഇങ്ങോട്ടൊരു 4 കിലോമീറ്റർ കയറി വന്നതിൽ യാതൊരുവിധ നഷ്ടവും തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സർപ്രൈസ് കാണിച്ചു തരാം. വണ്ടി എടുക്കുക സർപ്രൈസൊക്കെ അവിടെ നിന്ന് പോണതിന് മുമ്പ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളിവിടെ മൂന്നാർ വന്ന് ഗ്യാപ്പ് റോഡിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും നേരം കോടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഒരു നിമിഷമാണ്. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് 3 മണിയാണെന്ന്? അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ് മാത്രമേ ഉള്ളൂ. ഹലോ മച്ചമീസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ചാർജ് ഏറെക്കുറെയൊക്കെ തീരാറായിട്ടുണ്ട്. സോ അത്യാവശ്യം താണാലും ഒരു പ്രൈവസി ഒക്കെ ഉള്ള ഒരു സ്ഥലം നോക്കി വണ്ടി ഒതുക്കി കുറച്ച് നേരം മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ക്യാമറയൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് സെറ്റായിട്ട് വേണം ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് കിട്ടും. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നമുക്കങ്ങനെ കോടയൊന്നും കിട്ടിയില്ല, ശാന്തവും സമാധാനമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ സെക്കൻഡ് ബൈ സെക്കൻഡിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ഒരു 1.5-2 മണിക്കുള്ളിൽ എന്തായാലും മഴ പെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സിറ്റുവേഷനേ ആയിരിക്കില്ല ഇവിടെ മൊത്തത്തിൽ മാറി, മൊത്തത്തിൽ കോടയൊക്കെ കയറി മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും. ആ ഒരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവികുളത്താണ്, ഗ്യാപ്പ് റോഡിലാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ്, ഏകദേശം ഒരു 4 കിലോമീറ്റർക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. സോ അവിടെ ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ അവിടെ കോടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും തിരിച്ച് ഗ്യാപ്പ് റോഡിൽ വന്നിട്ട് ഗ്യാപ്പ് റോഡ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നേരെ പൂപ്പാറ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ച് വരാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്തായാലും മാക്സിമം ഗ്യാപ്പ് റോഡിലെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും മാക്സിമം ഫുള്ള് വീഡിയോ ആയിട്ട് കാണാൻ നോക്കുക. പോലെ ലെറ്റ്സ് ഗോ മോനെ. ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ മുമ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു. മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വരികയത്. തിരിച്ചു വന്നിട്ട് അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കി. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു റൂട്ടാട്ടോ, നമുക്ക് 4 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകാനുണ്ട്. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് പോയിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഇതാട്ടോ ദേവികുളം പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവികുളം പോലീസ് സ്റ്റേഷൻ റൂട്ടിലാണ്. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. മിക്കവാറും റൈറ്റ് സൈഡിലോട്ട് പോകുന്ന വഴി ആ ഗ്യാപ്പ് റോഡായിട്ട് കണക്ട് ചെയ്യുമായിരിക്കും. എൻ്റെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം കേട്ടോ. നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയ സമയത്താണ് ശരിക്കും അത് നോട്ട് ചെയ്തത്. ടയറിന് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. ഇതെന്തെങ്കിലും പണി കിട്ടുമല്ലോ എന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ടയറിൻ്റെ അവസ്ഥ. എപ്പോൾ വേണേലും പൊട്ടാതിരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ടയർ മാറേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൈസ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും കടം മേടിച്ചിട്ടായാലും ആ ഒരു സംഭവം മാറിയിട്ടേ പറ്റത്തുള്ളൂ. മഴ പെയ്തു തുടങ്ങി കേട്ടോ. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഇപ്പോൾ പെരുമഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഓഫ് റോഡാട്ടോ. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഇടവഴിയാണ്. അത്ര സുഖമുള്ള റോഡൊന്നുമല്ല. ബൈക്കിന് ഈസി ആയിട്ട് കയറി പോരാം, അങ്ങനെ ടാസ്ക് ഒന്നുമില്ല. കാറൊക്കെ ആയിട്ട് വരുന്നവർ കുറച്ച് കഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. മഴ കൂടിക്കൂടി വരും കേട്ടോ. നമുക്ക് എന്തായാലും കോട്ടിടാണ്ട് കുറച്ച് മുമ്പോട്ട് പോകാൻ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇനി കോട്ടിട്ടിട്ട് പോകാം. അതുവരത്തേക്ക് നമ്മുടെ ക്യാമറ ഓഫ് ആയിരിക്കും. ഈ ഒരു മഴയത്ത് എന്തായാലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് കോട്ടിട്ടിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല മഴയായിരിക്കും അങ്ങോട്ട്. എന്തിനാ വെറുതെ പെടുന്നത്? അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻട്രൻസിൽ നിന്ന് ബൈക്ക് ഓടിച്ച് വരുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഗ്യാപ്പ് റോഡാണ്. ലോങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ നിന്ന് ഗ്യാപ്പ് റോഡിൽ നിന്ന് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം ഇവിടെ മഴ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തായാലും ഇങ്ങോട്ടൊരു 4 കിലോമീറ്റർ കയറി വന്നതിൽ യാതൊരുവിധ നഷ്ടവും തോന്നുന്നില്ല. ആ ഒരു മേളിലൊരു പാറയൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ കാണാനായിട്ട് വേറെ ലെവൽ ഫീലാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ അവസ്ഥയൊക്കെ ചെളിയൊക്കെ പിടിച്ച് പരിതാപകരമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ ഒന്ന് വിട പറയാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഗ്യാപ്പ് റോഡിലോട്ടോ. ഗ്യാപ്പ് റോഡിൽ ചെന്നിട്ട് അവിടെ നേരെ പൂപ്പാറ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ നമ്മൾ തിരിച്ച് ഒന്നെങ്കിൽ ഗ്യാപ്പ് റോഡ് വഴി തിരിച്ച് മൂന്നാർ വന്ന് വീട്ടിൽ പോരും, അല്ലെങ്കിൽ പൂപ്പാറയിൽ നിന്ന് നേരെ രാജേക്കാട് റൂട്ടിൽ വന്ന് വീട്ടിലോട്ട് പോരും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇനിയിപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും.
ഗ്യാപ്പ് റോഡിൽ കോട കിട്ടിയോ എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് റോഡിൽ ഇത്ര നേരം മഴയായിരുന്നു, നമ്മളിവിടെ നിന്ന സ്ഥലത്ത് നല്ല രീതിയിൽ മഴയായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെ കയറി കിടക്കണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ക്യാമറയൊക്കെ ബാഗിനകത്ത് പൊതിഞ്ഞ് സേഫായിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, അതൊരു വമ്പ നഷ്ടമായി പോയി. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഫീലിൽ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ റീലൊക്കെ കാണുന്ന ആ ഒരു സ്പോട്ടിലൊക്കെ പോയി 2 വീഡിയോസൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയേ, വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. പക്ഷേ ഇത് 2 വളവ് അപ്പുറം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ടില്ലേ ഒരുമാതിരി കുടിസ് വഴി, അതുപോലത്തെ വഴികളാണ്. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 7 മണി 8 മണിയോട് കൂടി വീട്ടിൽ കയറി ചെല്ലണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വൈകുന്നേര സമയങ്ങളൊക്കെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. അടിമാലി റൂട്ടിൽ ഒരുപാട് മഴയത്തൊക്കെ വണ്ടി ഓടിച്ച് പോകണം അത്ര സേഫ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവാം, ചിലപ്പോൾ വല്ല മരമൊക്കെ ഒടിഞ്ഞാടി കഴിഞ്ഞാലും ചിലപ്പോൾ ലോക്കായി പോകും. ആ ഒരു വഴി അല്ലാണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ കുറച്ച് അധികം കറങ്ങി പോകേണ്ടി വരും. എന്താണ് ഇടുക്കി സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല, എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് രാത്രി ആവണതിന് മുമ്പ് എന്തായാലും തിരിക്കണം ഇവിടുന്ന്. നമ്മളങ്ങനെ ഫൈനലി വീണ്ടും ഗ്യാപ്പ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ക്ലൈമറ്റ് ഇപ്പോൾ നോർമലായിട്ടുണ്ട്, മഴയും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ഒരു പുതിയ ടോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പണിംഗ് അല്ല കേട്ടോ. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോളിൽ. ഞങ്ങൾ കാറും കൊണ്ട് വന്ന സമയത്ത് ഇവിടെ ഒരു ടോളിന്റെ ഏരിയയിൽ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടോളൊക്കെ തുടങ്ങി, പൈസ കൊടുത്ത് പോകേണ്ടവരുമായിരിക്കും എന്നുള്ള രീതിയിൽ ഈ ടോളിന്റെ അകത്തേക്കടെ തന്നെ വണ്ടി ഏരിക്കൊണ്ട് വന്നു. തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയണത് അത് ഇവിടുത്തെ ലോക്കൽസ് ആയിരുന്നു. എന്തോ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് പൈസ പിരിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ വണ്ടി ഒന്നും നിർത്തിയില്ല കേട്ടോ. അങ്ങനെ കറക്റ്റ് ടോളാന്ന് വിചാരിച്ച് പലരും വന്ന് ചിലപ്പോൾ ആ ഒരു വഴി കയറും. അപ്പോൾ ട്രാപ്പായി പോവും, അവരവിടെ വട്ടം കയറിയൊക്കെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തുന്ന രീതിയിൽ ചെന്നപ്പോഴത്തേക്ക് അവർ റോട്ടിൽ നിന്ന് മാറിയിരുന്നു. ഗുണ്ടായിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ടോൾ ഓപ്പൺ അല്ല. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകളുണ്ട്. നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്തി സ്പെൻഡ് ചെയ്ത് പോകാനായിട്ട്. അത് മാത്രമല്ല റോഡ് സൈഡിൽ കുറേ പെട്ടിക്കടകൾ, ചായക്കടകൾ, അതുപോലെ തന്നെ സ്നാക്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഷോപ്പുകളുണ്ട്. കുറച്ചുകൂടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു കേവ് കാണാം, ഒരു ഗുഹ കാണാൻ പറ്റും. മൂന്നാർ ഒരു ഗുഹയുടെ വീഡിയോ ഒക്കെ കുറേ നാൾ മുമ്പ് നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് റോഡിൽ തന്നെയാണ്. ഇതേ ഒരു മലയുടെ മണ്ടയിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം കോട ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. ഈ ഒരു റോഡിലോട്ട് മാത്രമാണ് ഇതുവരെ കോട വരാത്തേ ഉള്ളൂ. മഴയൊക്കെ പെയ്ത് റോഡ് നനഞ്ഞു കിടക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇതുപോലെയുള്ള ഗട്ടിങ്ങിലോട്ട് വണ്ടി ഇറക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറിന് എവിടെയൊക്കെയോ ചെറിയ ക്രാക്ക് ഉണ്ട്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. വണ്ടി അവിടെ നിർത്തി ചായക്ക് കുടിക്കാൻ നേരത്ത് ടയറിലോട്ട് ചുമ്മാ നോക്കിയപ്പോൾ ടയറിന് വലിയൊരു വിള്ളൽ. അല്ലെങ്കിൽ വേറെ സർപ്രൈസ് ഉണ്ട്. അതായത് എങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഒരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ. അതേ നിങ്ങൾ 2 മിനിറ്റ് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഏരിയയിലുള്ള വ്യൂ കാണും. എൻ്റെ മോനെ രക്ഷയില്ല. പാറയുടെ മണ്ടയിലൊക്കെ കോട കയറി വെച്ചുമ്പോൾ വേറെ സീനാട്ടോ. അത് മാത്രമല്ല ഈ ഒരു ഏരിയ മൊത്തം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന റോഡാണത്. ആ റോഡിലുള്ള ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സർപ്രൈസ് കാണിച്ചു തരാം. വണ്ടി എടുക്കുക. സർപ്രൈസൊക്കെ അവിടെ നിന്ന് പോണതിന് മുമ്പ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. എൻ്റെ അളിയ തീപ്പൊരു സാധനം ഒത്തു പറയാനാണോ. കിട്ടിലെ കോട എന്ന് പറഞ്ഞാൽ കിട്ടിലെ കോട. ഒയ്യോ, ഈ ഒരു കോട ഇവിടെ മിസ് ചെയ്തിട്ടാണോ നമ്മൾ അത്ര നേരം അവിടെ ചുമ്മാ പോസ്റ്റ് അടിച്ചിരുന്നത്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് കുറച്ചു നേരം ഈ കോടയ്ക്ക് അത് എവിടെയെങ്കിലും നൈസായിട്ട് വൈബ് അടിക്കാം. എങ്ങനെയുണ്ട് പോരെ ഈ ക്ലൈമറ്റ് കേട്ടോ. ഒന്നും പറയാല. നമുക്ക് ക്ലൈമറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ക്ലൈമറ്റ് കിട്ടി ഗൈസ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗുഹ അത് ഈ ഒരു ഓൺ ദ വേ തന്നെ കേട്ടോ. നമുക്ക് എന്തായാലും ആ ഒരു ഗുഹയുടെ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തണം. എൻ്റെ മോനെ മൂന്നാർ കിടില ക്ലൈമറ്റ് ആണ്, വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. മൂന്നാർ ഗ്യാപ്പ് റോഡാട്ടോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ വണ്ടിയൊക്കെ വന്നാൽ നമുക്ക് നേരവാടെ കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. സോ അല്ലെങ്കിൽ വളവുകളിൽ ചിലപ്പോൾ ചെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എവിടെയാണ് ആ ഒരു ഗുഹ ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു ഗുഹയുടെ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കോടയിൽ വന്നിരുന്നിട്ട് റെസ്റ്റ് എടുക്കാതെ. സോ നമ്മളങ്ങനെ കോടയുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. എങ്ങനെയുണ്ട്? പൊളി സാധനം. എടാ വണ്ടി വേണം ഇച്ചിരി ഒതുക്കി വെച്ചോടോ. ഇനി എങ്ങാനും വല്ല വണ്ടിയൊക്കെ വന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡല്ലേ. എല്ലാ തവണ ഞാൻ വണ്ടിയുടെ താക്കോലെടുക്കാൻ മറക്കും. ഇത്തവണ ഞാൻ മറക്കില്ല. ഫുള്ള് കോട കവർ ചെയ്തിട്ടുണ്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് കോടയൊന്നുമില്ല, നിങ്ങൾ കണ്ടില്ലായിരുന്നോ. പക്ഷെ ഇവിടെ സീൻ ക്ലൈമറ്റ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ആ ഒരു ഗുഹയുടെ അകം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. നല്ല മൂത്രമാറ്റാട്ടോ. ആ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. അയ്യോ, ഇതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം കയറി കിടക്കും കേട്ടോ. സോ ഞാൻ അകത്തേക്ക് കയറുന്നില്ല, പുറത്ത് നിന്ന് തന്നെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇത്രയൊക്കെ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. സോ
സോ നമുക്ക് തിരിച്ചിറങ്ങിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ റോഡ് നല്ല രീതിയിൽ ലെങ്തി കിടപ്പുണ്ട്. പക്ഷേ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റാത്ത കേട്ടോ. രണ്ട് സൈഡും കാണാൻ പറ്റില്ല, നമുക്ക് തൊട്ടടുത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്, വണ്ടി ലൈറ്റ് ഇട്ട് തന്നെ വണ്ടി കേട്ടത്. തൊട്ടടുത്ത് നിന്ന് വന്നേ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് പോലും കാണാൻ പറ്റുന്നില്ലടാ, നല്ല രീതിയിൽ ഇത്രയും ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വന്നതായിരുന്നല്ലേ വണ്ടി കേട്ടോ. തൊട്ടടുത്ത് വന്നപ്പോൾ ആ വണ്ടിയുടെ ബ്രൈറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അത്രയ്ക്കും ഡാർക്കായിട്ടാട്ടോ കോട കയറി മൂടി കിടക്കുന്നത്. പക്ഷെ നീ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ട്രിപ്പ് പോയാൽ ഇത്ര കണ്ണ് കാണാൻ പറ്റാത്ത കോട കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് രാത്രിയാണ്. നമ്മൾ കൊടൈക്കനാൽ പോയി തിരിച്ച് വന്നാൽ രാത്രി ഈ ഗ്യാപ്പ് റോഡ് വഴി വന്നപ്പോൾ ഓർമ്മയില്ലേ, സീൻ ക്ലൈമറ്റ് ആയിരുന്നു. ഇത്ര കണ്ടിട്ടില്ല, ഇത് കണ്ണ് കാണാൻ പറ്റാത്ത രീതി. എന്ന് വെച്ചാൽ നമ്മൾ ഈ തൊട്ടടുത്തേക്ക് ഈ ബൈക്കും ഇതേ കാണുന്നൊരു വണ്ടി കിട കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറം ഒരു കടയുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു കടയുണ്ട്. അതെ, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. ആ തൊട്ടടുത്ത് നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു LED ബൾബ് തെളിഞ്ഞ് കിടക്കില്ലേ, അതുപോലെ ആ വണ്ടിയുടെ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്കും നല്ല ഡാർക്ക് കേട്ടോ. ഇതേ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കുന്നു, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ആർക്കും കാണാൻ പറ്റുന്നില്ല. എല്ലാം ഇവിടെ മായമായി പോയിട്ടോ. എൻ്റെ എനിക്ക് ഇവിടുത്തെ എക്സൈറ്റ്മെൻറ്റ് കാരണം എൻ്റെ വാ അടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബസ്സൊക്കെ ലൈറ്റ് ഇട്ടാണ് വരുന്നത്, പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ മോനെ ഒന്നും പറയാൻ പറ്റില്ല, അമ്മാതിരി രീതിയിൽ സീനായിട്ട് കിടക്കുകയാണ്. ഇപ്പം ഇങ്ങനെ റോഡുകളിൽ വട്ടം ഇതുപോലെ ക്രോസ് ചെയ്യാണ്ടിരിക്കണമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഇതുപോലെ ലൈറ്റ് ഇടാണ്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൊണ്ടേ തട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നാലും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഇവിടെ കിടന്ന് ഞാൻ കാറി കൂവാനും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അപ്പുറം നിറച്ച ആൾക്കാർ ഇപ്പം ഉണ്ട്. അവർക്ക് ഞാനാണ് കാറി കൂവുന്നതെന്ന് എന്തായാലും അറിയത്തില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും കാണത്തില്ല. ഇവിടെ ഒരു സൗണ്ട് മാത്രം, ഞാൻ കിടന്ന് ലഹള എടുക്കുന്ന സൗണ്ട് മാത്രമേ ആളുകൾ കേൾക്കത്തുള്ളൂ. ഇത് ഞാനാണെന്നോ ഇവിടെ എന്താണോ സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. ചിലപ്പോൾ ഒരു പച്ച ഹെൽമെറ്റ് ഇങ്ങനെ എറിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു പച്ച ഹെൽമെറ്റ് ഇങ്ങനെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാത്രമായിരിക്കും അവർ കാണുന്നുണ്ടാവുള്ളൂ. ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു ഓവർ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഇടിച്ചു പൊളിഞ്ഞ് താഴെ കിടക്കാനും ചാൻസ് ഉണ്ട്. അമ്മാതിരി വളവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിവിടെ മൂന്നാർ വന്ന് ഗ്യാപ്പ് റോഡിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും നേരം കോടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഒരു നിമിഷമാണ്. സമയം ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് 3 മണിയാണെന്ന്? അതവിടെ ഒരു വണ്ടി കിടന്ന് മിന്നുന്നുണ്ട്. ഓരോ വണ്ടി ലൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോൾ കാണുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ് 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 മാത്രമേ ഉള്ളൂ. റോട്ടിൽ കൂടെ ഇതുപോലെ ഈ ഒരു കോടയിൽ ഇറങ്ങി നടക്കുന്നത് ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങാനും വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ തലയിൽ മഞ്ഞ കളർ ഹെൽമെറ്റ് റിഫ്ലക്ടർ ആയിട്ടുള്ളതുകൊണ്ട് സീൻ ഉണ്ടാവില്ല. അതവിടെ നീ എന്നെ റോഡ് സൈഡിലേക്ക് പിടിച്ച് നടത്തിക്കണേ. പച്ച നിറയാണ്ട് എറിച്ചു നോളും എവിടെ പോയാലും. നീയൊക്കെയല്ലേ ഞാൻ പച്ച ഹെൽമെറ്റ് എടുത്തപ്പോൾ എന്നെ കളിയാക്കിയേ. നമ്മുടെ വണ്ടി എനിക്ക് അവിടെ വെച്ചാൽ എനിക്ക് സത്യം പറയാനുള്ളത്, ഇങ്ങനെ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കുറേ നേരം നിന്നപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ വന്നിട്ട് നമ്മൾ എത്ര നേരം ഇവിടെ നിന്നു എന്നൊന്നും അറിയില്ല. സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ആ കോട ഇതുവരെ പോയിട്ടില്ല. കുറേ നേരം നിന്നു, ഏകദേശം ഒരു മണിക്കൂറൊക്കെ അടുത്ത് നിന്നിട്ടുണ്ടാവണം. ഞങ്ങൾ ഒരു ചായ കുടിച്ചു, ഒരു ചോളമൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പൂപ്പാറ റൂട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ക്ലൈമറ്റൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നായൻ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. സീൻ ക്ലൈമറ്റ് ആട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. റോഡ് സൈഡിലൊക്കെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടോ. ചിലപ്പോൾ ഈ വന്ന വഴിക്കുന്ന ഇത്രയും ക്ലൈമറ്റ് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നിർത്തിയിട്ടേക്കുന്നതാണ്. ഇതാണ് ഗൈസ് ഇപ്പോൾ ഗ്യാപ്പ് റോഡിന്റെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എത്രത്തോളം എന്റെ ക്യാമറയിൽ ക്യാപ്ചർ ആവുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. കാറി കൂവാ തോന്നുന്നുണ്ടോ, അമ്മാതിരി സീൻ. ഏറ്റ പോലെ കിഡിലോസ്കി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. വണ്ടിയൊക്കെ ഫോഗ്ലാമ്പ് കിട്ടാനാണ് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ വെട്ടം എത്രത്തോളം വർക്കൗട്ട് ആണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഹസാർഡ് ലൈറ്റും കൂടി ചുമ്മാ ഒന്ന് ഓണാക്കി ഇടാം. അങ്ങനെ ഹസാർഡൊക്കെ ഓണാക്കിയിട്ട് പോരുന്നതാണ്. പക്ഷെ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓണാക്കി ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആരും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. ചെക്കനവിടെ കിടന്ന് കാറി കൂവി പൊലച്ചോണ്ടിരിക്കും കേട്ടോ. എൻ്റെ മോനെ കൂട്ടും വളവാണ്. വണ്ടിയൊക്കെ വരുന്ന ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് വരുന്നുണ്ട്. ഈ ഒരു ഏരിയക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പരിചയമുള്ളവരൊക്കെ ആ ഒരു രീതിയിലാട്ടോ വണ്ടി ഓടിക്കുന്നത്. പരിചയമില്ലാത്തവർ മാത്രമാണ് പയ്യെ പോകുന്നുള്ളൂ. ഞങ്ങൾ നോക്കിയിട്ട് കുറെ ജീപ്പുകാരും അതുപോലെ തന്നെ ഈ ഒരു ലോക്കലിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ ഈ ഒരു കോടയെ കൂടെ പോകുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് വഴിയൊക്കെ കാണാപ്പാടായോണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റോഡിൽ നടക്കുന്ന ഫോട്ടോ എടുക്കുമോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മോനെ ഇത് മറ്റേ രാത്രിയായ അവസ്ഥയാണ് കേട്ടോ. രാത്രിയായിട്ട് വെട്ടിട്ട് പോകില്ലേ, ആ ഒരു അവസ്ഥയാണ്. തൊട്ട് മുമ്പിൽ അവൻ്റെ ആ ഒരു ടയർ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കിണ്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അമ്മാതിരി കോട കയറിയിട്ടുണ്ടല്ലോ. വേറെ സീൻ. വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയിലൊക്കെ ഫുള്ള് മിസ്റ്റ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നോ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല.
നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ജാക്കറ്റിലൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളത്തുള്ളി പോലെ കോട വറ്റി പിടിച്ചിരിക്കും കേട്ടോ. മിക്കവാറും ഞാൻ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ പനിച്ച് കുറച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ചയോളം ഞാൻ പനിച്ച് വീട്ടിൽ കിടന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് സ്പീഡിലൊന്നും അല്ല കേട്ടോ ഞാൻ പോകുന്നത്, വളരെ പയ്യാണ് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നതാണോ അതോ മഞ്ഞിൻ്റെ ശക്തി കൂടുന്നതാണോ എന്നറിയില്ല. എൻ്റെ മേത്തേക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ മഞ്ഞുതുള്ളിയാണോ മഴത്തുള്ളിയാണോ എന്നറിയില്ല വന്ന് ചാടുന്നുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള വ്യൂ ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി കോടയാണ്. നമ്മളിത് എത്ര മണിക്കൂർ ഇവിടെ നിന്നാൽ പോലും ഈ ഒരു മഞ്ഞിറങ്ങി പോകുന്നു തോന്നുള്ള കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കവറായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞിലൂടെ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പറ്റിയ കറക്റ്റ് സമയമായിട്ട് ഇപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, ചില്ലടിച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ചുമ്മാ പറപ്പിക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആട്ടോ. സത്യം പറയാലോ, ഞാൻ മൂന്നാർ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഇത്ര നല്ല ക്ലൈമറ്റ് എനിക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡിൽ കിട്ടിയിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ട് ഒരു ദിവസം രാത്രി, അത് ഞങ്ങൾ രണ്ടുപേരാണ്, ആ ഒരു സമയത്ത് രാത്രിയിലാണ് ഈ ഒരു റോഡിലൂടെ പാസ് ചെയ്തത്. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ കോടയൊക്കെ അടിച്ച് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മഴയുണ്ടായിരുന്നു, അതുകൊണ്ടും പിന്നെ ബാറ്ററിയുടെ ചാർജൊക്കെ തീർന്നു പോയതുകൊണ്ടും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. ഓരോരുത്തർ വണ്ടിയൊക്കെ നിർത്തി അതിക്രമിച്ച് പുറത്തൊക്കെ ചാടി പാറയുടെയൊക്കെ മേളിലോടൊക്കെ കയറി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത്ര സേഫ് ഒന്നും അല്ല. ഇവിടെ കിടന്ന് കാറിക്കുക പോലെ അത് എവിടെന്നാ കാറിച്ച് കൂച്ചാന്ന് പോലും അറിയില്ല. അമ്മാതിരി കോട കയറി കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിലേക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയിലല്ല. കാരണം എന്തേ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുള്ള് കവേർഡായിട്ട് കോട കയറി മൂടിക്കിടക്കുകയാണ്. ഇപ്പൊ ഈ ഒരു റോട്ടിൽ മാത്രമേ കോടയില്ലാത്തേ ഉള്ളൂ. ആ ഒരു വ്യൂ പോയിന്റിന്റെ ഏരിയ ഒക്കെ ഫുള്ള് കോട കയറി കിടക്കുന്നുണ്ട്. എടാ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയാലോ? അതേ വളവിന്റെ അവിടെ നിർത്തി 2 വീഡിയോ എടുത്തിട്ട് പോവാം. കണ്ട ഇതാണ് അവസ്ഥ. ഈശ്വരന്മാരെ, നമ്മൾ വന്ന വഴി അതാട്ടോ, മൊത്തം കോട കയറി കിടക്കുകയാണ്. ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അമ്മാതിരി സീനിലാണ് കോട കയറി കിടക്കുന്നത്. ആളുകളൊക്കെ വന്ന് എല്ലാവരും ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് പോകുന്നത്. നമ്മളും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൂ. സമയം ഇപ്പോൾ 4 മണി ആവാറായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഒരുപാട് ലേറ്റ് ആവാണ്ട് പോവുകയും ചെയ്യണം. അപ്പോൾ കേസ് നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്, അതായത് പൂപ്പാറ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ പൂപ്പാറയൊക്കെ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വേണമെങ്കിൽ പറയാം, നമ്മൾ എന്നൊക്കെ ഇവിടെ പൂപ്പാറ വന്നിട്ടുണ്ടോ അന്നൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സഫയർ എന്ന് പറഞ്ഞ ഹോട്ടൽ. ആ ഒരു ഹോട്ടൽ അടിപൊളി ഫുഡാട്ടോ. അത് പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, ഞങ്ങളിവിടെ എന്നൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടോ അന്നൊക്കെ നല്ലൊരു ഫുഡാണ് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 65-70 കിലോമീറ്റർ നമ്മുടെ വീട്ടിലോട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ വീട്ടിലെത്താമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.